ക്രിസ്തുവിലേവർക്കും സ്നേഹവന്ദനം. നമ്മളെപ്പോഴും ചോദിക്കാറും ചിന്തിക്കാറുമുള്ള ഒരു പദമാണ് ദൈവം എൻ്റെ കൂടെയുണ്ടോ. നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വാക്ക് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ പറയും, നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരുവനോട് കൂടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആ വ്യക്തിയെ നാം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മിലേക്ക് തന്നെ നാം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അവൻ്റെ ജീവിതത്തിൽ അവൻ കൃതാർത്ഥനാകുന്നുണ്ടോ, പ്രോസ്പർ ആകുന്നുണ്ടോ, അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടോ. ഈ അഭിവൃദ്ധി, പ്രോസ്പർ എന്ന വാക്ക് ഞാൻ പറയുമ്പോൾ ഒരു സാമ്പത്തിക ഉയർച്ചയുടെ കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. മറിച്ച് ദൈവം ഒരുവനോട് കൂടെയുണ്ടെങ്കിൽ, ദൈവം ഒരു ഭവനത്തോട് കൂടെയുണ്ടെങ്കിൽ ആ ഭവനം, ആ വ്യക്തി ആത്മീയമായി ഉയർന്നുകൊണ്ടിരിക്കും. ആത്മീയ ഉയർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്യണം. കാരണം ദൈവം കൂടെയുള്ള ഭവനങ്ങൾ ആത്മീയ വർധനവ് സംഭവിക്കും. ദൈവം കൂടെയുള്ള വ്യക്തികളിൽ ആത്മീയ വർധനവ് സംഭവിക്കും. ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവൻ പോയ ഇടങ്ങളിലെല്ലാം അവൻ കൃതാർത്ഥനായി, പ്രോസ്പറായെന്ന് നമ്മൾ വായിക്കുന്നു. അവൻ പോയതൊന്നും സുഖകാലത്തല്ല, സന്തോഷത്തിൻ്റെ അനുഭവത്തിലല്ല, മറിച്ച് അടിമയായിരുന്ന സമയത്താ. അടിമ എന്ന് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ പട്ടിണി ഉണ്ടായിരുന്നു, ദാരിദ്ര്യമുണ്ടായിരുന്നു, ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, ഒറ്റപ്പെടലുണ്ടായിരുന്നു. പക്ഷേ അവൻ പോയ ഇടങ്ങളിലെല്ലാം അവൻ കൃതാർത്ഥനായി. കാരണം അവനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ആത്മീയമായി നമുക്കൊരു വർധനവുണ്ടെങ്കിൽ നമ്മോട് കൂടെ ദൈവമുണ്ട്. അല്ല, കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ആത്മീയ ജീവിതമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയാണ് നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതമെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നത് അതിനേക്കാൾ താഴെയാണെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടോയെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ദൈവം കൂടെയുള്ളവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധികളുണ്ടായിരിക്കും, ആത്മീയ നിറവുകളുണ്ടായിരിക്കും, ആത്മീയ ഉയർച്ചകളുണ്ടായിരിക്കും. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അമ്മേ.